Hi friends, welcome to Edumendo. In this video, we'll be learning about the definition of blockchain. Blockchain രണ്ട് തരത്തിലാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. One is the layman's definition and the other one is a technical definition. Layman's definition എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നോർമൽ പേഴ്സൺ എങ്ങനെയാണ് ബ്ലോക്ക്ചെയിനെ കാണുന്നത്, അതാണ് layman's definition പറയുന്നത്. നെക്സ്റ്റ് വൺ ടെക്നിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കുറെ കൂടി ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയിന് ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് ലേമൻസ് ഡെഫിനിഷൻ എന്താണെന്നുള്ളത് കാണാം. ബ്ലോക്ക് ചെയിൻ ഈസ് ആൻ എവർ ഗ്രോയിങ് സെക്യൂർ ഷെയർഡ് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം ഇൻ വിച്ച് ഈച്ച് യൂസർ ഓഫ് ദ ഡാറ്റ ഹോൾഡ്സ് എ കോപ്പി ഓഫ് ദ റെക്കോർഡ് which can only be updated if all parties involved in the transaction agree to update. ഇതാണ് ലേമൻസ് ഡെഫിനിഷൻ പറയുന്നത്. അതായത് ബ്ലോക്ക് ചെയിന് ലേമൻസ് ഡെഫിനിഷനിൽ ബ്ലോക്ക് ചെയിന് ഒരു റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഒരു നോർമൽ ഡാറ്റാബേസ് ഇല്ലേ, അങ്ങനത്തെ ഒരു ഡാറ്റാബേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എങ്ങനത്തെ ഡാറ്റാബേസ് ആണ്? ഷെയർഡ് ആയിട്ടുള്ള ഡാറ്റാബേസ്. അതായത് ആ ഒരു നെറ്റ്വർക്ക്, ആ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന്റെ അകത്ത് എത്ര പാർട്ടീസ് ഇൻവോൾവ് ആണോ എല്ലാ പാർട്ടീസിനും ഷെയർഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ എല്ലാ പാർട്ടീസിനും ഷെയർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആയിട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈച്ച് യൂസർ ഓഫ് ദ ഡാറ്റ ഹോൾഡ്സ് എ കോപ്പി ഓഫ് ദ റെക്കോർഡ്. ആ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് എത്ര യൂസേഴ്സ് ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ ഒരു റെക്കോർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കും. അപ്പൊ ഈ യൂസേഴ്സ് ആണ് ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്തും നമ്മൾ ആ റെക്കോർഡിന്റെ അകത്ത് ഈ ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്യും. നെറ്റ്വർക്കിന്റെ അകത്ത് എത്ര യൂസേഴ്സ് ഉണ്ടോ എല്ലാ യൂസേഴ്സിന്റെ കയ്യിലും അതിന്റെ കോപ്പി ഉണ്ടായിരിക്കും. ഇനി ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ റെക്കോർഡിനെ അപ്ഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ, അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൺലി ബി അപ്ഡേറ്റഡ് ഇഫ് ഓൾ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ അഗ്രി ടു അപ്ഡേറ്റ്. അതായത് ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയ എല്ലാ പാർട്ടീസും, ആ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസും അഗ്രി ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ റെക്കോർഡിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോ ഇത് ഒരു യൂസർ എ, ഓക്കെ, യൂസർ എക്ക് യൂസർ ബിയിലോട്ടേക്ക് കുറച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആക്ച്വലി നമുക്കൊരു ബാങ്കിന്റെ ഹെൽപ്പ് വേണം, റൈറ്റ്? ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എയുടെ ബാങ്ക് SBI ആണെന്ന് വിചാരിക്കുക, അതുപോലെ ബിയുടെ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, ഈ രണ്ട് ബാങ്കുകൾ തമ്മിലാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അല്ലെ? ഇപ്പൊ യൂസർ എ യൂസർ ബിയിലോട്ട് ട്രാൻസാക്ഷൻ നടത്തണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യൂസർ എയുടെ SBI അക്കൗണ്ടിൽ നിന്നും യൂസർ ബിയുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഈ ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുണ്ട്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, റൈറ്റ്? അപ്പോ RBI ആണ് ഇവിടുത്തെ ഒരു സെൻട്രൽ പവർ എന്ന് പറയുന്നത്. RBI ആണ് എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നത്, റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് RBI ആണ് ഇൻ കേസ് ഓഫ് ട്രഡീഷണൽ ഡാറ്റാബേസ്. ഓക്കെ, ഞാനിവിടെ പറയുന്നത് ട്രഡീഷണൽ ഡാറ്റാബേസിന്റെ കാര്യമാണ്, അല്ലാണ്ട് ബ്ലോക്ക് ചെയിന്റെ കേസ് അല്ല. ട്രഡീഷണൽ ഡാറ്റാബേസ്. അപ്പൊ ട്രഡീഷണൽ ഡാറ്റാബേസിൽ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഉണ്ടായിരിക്കും. ഹിയർ വി ക്യാൻ സേ ദാറ്റ് RBI is the centralized agency. ആ സെൻട്രലൈസ്ഡ് ഏജൻസിക്കാണ് കംപ്ലീറ്റ് പവർ ഉള്ളത്. നമ്മളുടെ ഇപ്പൊ എ എന്ന് പറയുന്ന യൂസറിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യും. ഇതാണ് യൂസർ എയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്ക് കൊടുക്കുന്നത് ആരാ? ഫ്രം ദ ബാങ്ക് ആണ്. ബാങ്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇനി അതിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാത്തതായിട്ട് ഒരു ട്രാൻസാക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ബാങ്കിന്റെ അടുത്ത് ചെന്ന് ബാങ്ക് വേണം നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് തരാൻ. അത് ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണോ, നമ്മൾ ഡിനൈ ചെയ്യുന്നതാണോ, അതോ ബാങ്ക് ഫ്രോഡ് ചെയ്തതാണോ, എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയണമെങ്കിൽ ബാങ്കിന് മാത്രമാണ് അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? പക്ഷെ ഇതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ചെയിൻ ഉള്ളത്. ബ്ലോക്ക് ചെയിന്റെ കേസിൽ ഇതുപോലൊരു സെൻട്രൽ ഏജൻസി ഇല്ല. ബ്ലോക്ക് ചെയിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? എ എന്ന് പറയുന്ന യൂസർ ഡയറക്റ്റ് ബി എന്ന് പറയുന്ന യൂസറിലോട്ടേക്ക് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി തേർഡ് പാർട്ടീസ്. ഇപ്പൊ ബാങ്ക് പോലത്തെ തേർഡ് പാർട്ടീസിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റും. ട്രഡീഷണൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആയിരുന്നു, പക്ഷെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഇല്ല, ഇവിടെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അത് ബ്ലോക്ക് ചെയിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്.
പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം ഇൻ വിച്ച് ഈച്ച് യൂസർ ഓഫ് ദ ഡാറ്റ ഹോൾഡ്സ് എ കോപ്പി ഓഫ് ദ റെക്കോർഡ്. അപ്പൊ ഇവിടെ ട്രഡീഷണൽ കേസിൽ എയുടെ സ്റ്റേറ്റ്മെന്റ് എയുടെ കയ്യിൽ ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നു എക്ക് കാണാം, പക്ഷെ എയുടെ സ്റ്റേറ്റ്മെന്റ് ബിക്ക് കാണാൻ പറ്റില്ല അല്ലെ. പക്ഷെ ഇവിടെ ബ്ലോക്ക് ചെയിന്റെ കേസിൽ, ഇതാണ് ബ്ലോക്ക് ചെയിന്റെ കേസ്. സോ ബ്ലോക്ക് ചെയിന്റെ കേസിൽ എയുടെ കയ്യിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ബ്ലോക്ക് ചെയിന്റെ ടേംസിൽ പറയുമ്പോൾ ലെഡ്ജർ എന്നാണ് പറയുന്നത്. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയേക്കണ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ലെഡ്ജർ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ എയുടെ കയ്യിൽ ഒരു ലെഡ്ജർ ഉണ്ടായിരിക്കും. ആ ലെഡ്ജറിന്റെ സെയിം കോപ്പി ആരുടെ കയ്യിലുണ്ടാവും? ബിയുടെ കയ്യിലും ഉണ്ടായിരിക്കും. റൈറ്റ്? ഇപ്പൊ എ ബിക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ എയുടെ ലെഡ്ജറിലും അപ്ഡേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ബിയുടെ ലെഡ്ജറിലും അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഈ അപ്ഡേറ്റ് നടക്കണമെങ്കിൽ എയും ബിയും അത് കോമൺ ആയിട്ട് അഗ്രി ചെയ്യണം. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നെന്ന് എ മാത്രം പറഞ്ഞാൽ പോരാ, എയും സമ്മതിക്കണം ബിയും സമ്മതിക്കണം. രണ്ടുപേരും അഗ്രി ചെയ്താൽ മാത്രമാണ് ആ ഒരു ട്രാൻസാക്ഷനെ ഈ ലെഡ്ജറിലോട്ട് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഇതാണ് ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു കോമൺ അഗ്രിമെന്റിൽ എത്തണതിന് നമ്മൾ കൺസെൻസസ് എന്ന് പറയും. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്സിൽ കാണാൻ പോകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം ആണ്, അതായത് ഡാറ്റാബേസ് പോലത്തെ ഒരു സിസ്റ്റം ആണ്. ഷെയർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. അതിന്റെ അകത്ത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് ആ ഒരു ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള എത്ര പാർട്ടീസ് ഉണ്ടോ എല്ലാ പാർട്ടീസിന്റെ കയ്യിലും ആ ലെഡ്ജറിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും. ഇനി ആ ലെഡ്ജറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസും സമ്മതിച്ചാൽ മാത്രമാണ് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ ലെഡ്ജറിലോട്ട് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഇതാണ് ലേമൻസ് ഡെഫിനിഷനിൽ പറയുന്നത്. നമുക്കിനി ടെക്നിക്കൽ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. So this is our technical definition. It says that blockchain is a peer-to-peer distributed ledger that is cryptographically secure, append-only, immutable, and updatable only via consensus or agreement among peers. അപ്പൊ ഇതാണ് ടെക്നിക്കൽ ഡെഫിനിഷൻ. അപ്പൊ ഈ ടെക്നിക്കൽ ഡെഫിനിഷനിൽ കുറെ ടെക്നിക്കൽ ടേംസ് കാണാം അല്ലെ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പിയർ ടു പിയർ ആണെന്ന് പറയണോ, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണെന്ന് പറയണോ, അതുപോലെ തന്നെ ആ ലെഡ്ജർ ക്രിപ്റ്റോഗ്രഫിക്കലി സെക്യൂർ ആണെന്ന് പറയണോ, അപ്പൻഡ് ഓൺലി ആണെന്ന് പറയണോ, ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറയണോ, അതേപോലെ ലാസ്റ്റ്ലി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ കൺസെൻസസ് വഴി മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണോ അല്ലെ. ഈ ടെക്നിക്കൽ ടേംസ് എന്താണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് പിയർ ടു പിയർ, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ആയിട്ട് P2P എന്ന് എഴുതും. അതായത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ സെൻട്രൽ അതോറിറ്റി ഇല്ല, ഇവിടെ ഒരു സെൻട്രൽ കൺട്രോൾ ഇല്ല. ഈ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസും, ഈ പാർട്ടിസിപ്പൻസിനെ നമ്മൾ നോഡ്സ് എന്ന് പറയും. ഓക്കെ, എല്ലാ നോഡ്സിനും ഈക്വൽ പ്രയോറിറ്റി ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. സോ ഓൾ ദ പാർട്ടിസിപ്പൻസ് ഇൻ ദാറ്റ് നെറ്റ്വർക്ക് ക്യാൻ ടോക്ക് ടു ഈച്ച് അതർ ഡയറക്ട്ലി. ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ നോഡ്സിനും പരസ്പരം ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വിതൗട്ട് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് സച്ച് ആസ് ബാങ്ക്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നോഡ്സിന് പരസ്പരം ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? This property allows for transactions to be conducted directly among the peers. ഇവിടെ ഇങ്ങനെ ഒരു സെൻട്രൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടും പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ നോഡ്സിന് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും നമുക്ക് എന്ത് പറയാം? ഇവിടെ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് നമുക്ക് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല. ക്ലിയർ? അപ്പൊ ഇതാണ് ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ സെൻട്രൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഉണ്ടായിരിക്കും. ഈ സെൻട്രൽ ഏജൻസിയാണ് ബാക്കിയുള്ള എല്ലാ നോഡ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് എത്ര നോഡ്സ് ഉണ്ടോ എല്ലാ നോഡ്സിനും സെയിം പവർ ആണ്, എല്ലാവർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്? ഇതാണ് ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടെക്നിക്കൽ ടേം, ദാറ്റ് ഈസ് പിയർ ടു പിയർ നെറ്റ്വർക്ക്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് ആണ്. Now the second one is distributed ledger. നമ്മൾ പറയുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണെന്ന് പറഞ്ഞു. ലെഡ്ജർ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഒക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് ചെയിന്റെ അകത്തത് ലെഡ്ജർ എങ്ങനെയുള്ളതാണ്? അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലെഡ്ജർ ആണ്. റൈറ്റ്? It means that a ledger is spread across the network among all the peers in the network. ആ ഒരു നെറ്റ്വർക്കിൽ എത്ര നോഡ്സ് ഉണ്ടോ എല്ലാ നോഡ്സിലും അല്ലെങ്കിൽ എല്ലാ പിയേഴ്സിനും നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു ലെഡ്ജർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്ന് പറയുന്നത്. സോ ഈച്ച് പെയർ ഹോൾഡ്സ് എ കോപ്പി ഓഫ് ദ കംപ്ലീറ്റ് ലെഡ്ജർ. എല്ലാവരുടെ കയ്യിലും കംപ്ലീറ്റ് ലെഡ്ജർ ആണുള്ളത്. അതായത്
കറന്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജർ എന്താണോ ആ അപ്ഡേറ്റഡ് ലെഡ്ജർ ആണ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുക. പുതിയതായിട്ട് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ആ ലെഡ്ജറിലോട്ട് എഴുതിയെങ്കിൽ അത് ആ ട്രാൻസാക്ഷൻ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യും. അതുപോലെ എല്ലാ പേഴ്സും ആ ട്രാൻസാക്ഷനെ അഗ്രി ചെയ്യും. വാലിഡ് ആണെന്ന് എല്ലാവരും അഗ്രി ചെയ്യും. എല്ലാവരും അഗ്രി ചെയ്തതിന് ശേഷമാണ് ആ ട്രാൻസാക്ഷനെ നമ്മൾ ലെഡ്ജറിലോട്ട് റൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ട്രാൻസാക്ഷൻ നടത്തിയ അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റ് സെൻഡ് ചെയ്ത സെൻഡറിന്റെ ലെഡ്ജറിൽ മാത്രമല്ല നമ്മൾ അപ്ഡേഷൻ നടത്തുന്നത്. നേരെ മറിച്ച് എന്ത് ചെയ്യും, ആ നെറ്റ്വർക്കിലുള്ള എല്ലാ പേഴ്സിനും അല്ലെങ്കിൽ എല്ലാ നോഡ്സിനും ആ ഒരു അപ്ഡേഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. സോ എല്ലാവരുടെയും ലെഡ്ജർ കംപ്ലീറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ആയിട്ട് വെക്കുന്നത്. നൗ ദ നെക്സ്റ്റ് ടേം ഈസ് ക്രിപ്റ്റോഗ്രഫിക്കലി സെക്യൂർ. അതായത് നമ്മളിപ്പോ ഒരു ലെഡ്ജർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ലെഡ്ജർ ക്രിപ്റ്റോഗ്രഫിക്കലി സെക്യൂർ ആയിട്ടുള്ള ഒരു ലെഡ്ജർ ആണ്. ക്രിപ്റ്റോഗ്രഫി എന്താണ്, ക്രിപ്റ്റോഗ്രഫിക്കലി സെക്യൂർ ആക്കുന്നത് എങ്ങനെയാണ്, ഡിഫറെന്റ് അൽഗോരിതംസ് ഏതാന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഓൾറെഡി കണ്ടതാണ്. സോ നമുക്ക് പറയാം, ഇറ്റ് മീൻസ് ദാറ്റ് ക്രിപ്റ്റോഗ്രഫി ഹാസ് ബീൻ യൂസ്ഡ് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി സർവീസസ് ദാറ്റ് മേക്ക് ദിസ് ലെഡ്ജർ സെക്യൂർ അഗെയിൻസ്റ്റ് ടാമ്പറിംഗ് ആൻഡ് മിസ്യൂസ്. ഈ ലെഡ്ജറിനെ മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ടാമ്പർ ചെയ്യാനോ, അതായത് അതിൽ ഓൾട്ടറേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ആ ഒരു ലെഡ്ജറിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡിഫറെന്റ് ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? നൗ ദ നെക്സ്റ്റ് ടേം ഈസ് അപ്പൻഡ് ഓൺലി. അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് അപ്പൻഡ് ചെയ്യാന്ന് പറയുന്നത്. അതായത് പുതിയൊരു ഇൻഫോർമേഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ചെയ്യാന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അപ്പൻഡ് ഓൺലി ആണ്. അതായത് നമുക്ക് പുതിയ ഇൻഫോർമേഷൻസിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. യു ക്യാൻ സേ ദാറ്റ് ബ്ലോക്ക് ചെയിൻ ഈസ് പ്രാക്ടിക്കലി ഇമ്മ്യൂട്ടബിൾ. അതായത് അതിൽ ഓൾറെഡി ഉള്ള ഡാറ്റയെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പുതിയ ഡാറ്റാസിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? in time sequential order. Okay, so append only means that data can only be added to the blockchain in time sequential order. ഇപ്പോ 5 o'clock ഒരു ട്രാൻസാക്ഷൻ നടന്നെങ്കിൽ ലെഡ്ജറിൽ 5 o'clock ആ ഒരു ട്രാൻസാക്ഷന് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് 5:1 ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിന് നമ്മൾ 5:1 അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ടൈം സീക്വൻഷ്യൽ ഓർഡറിലാണ് ഈ അപ്ഡേഷൻസ് കൊടുക്കുന്നത്. ഇനി ഒരു 5:15 ആയെന്ന് വിചാരിക്കും. 5:15 ആയ സമയത്ത് നമ്മൾ 5 മണിക്ക് ചെയ്ത ട്രാൻസാക്ഷന് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയിനിൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് പ്രോപ്പർട്ടി implies that once data is added to the blockchain, it is almost impossible to change that data. ആ ഒരു ഡാറ്റനെ നമുക്ക് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ബ്ലോക്ക് ചെയിൻ ക്യാൻ ബി കൺസിഡേർഡ് പ്രാക്ടിക്കലി ഇമ്മ്യൂട്ടബിൾ. അപ്പൊ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് ചെയിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഇറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ബ്ലോക്ക് ചെയിൻ ഒരുപാട് സെക്യൂർ ആണെന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ഇതാണ്, ഇമ്മ്യൂട്ടബിലിറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് ടേം ഈസ് അപ്ഡേറ്റബിൾ വിയ കൺസെൻസസ്. അപ്പൊ കൺസെൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എഗ്രിമെന്റ് പോലെ, അതായത് എല്ലാവരും തമ്മിൽ ഒരു കോമൺ ഡിസിഷനിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ കൺസെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ലെഡ്ജർ ഉണ്ട്. ആ ഒരു ലെഡ്ജറിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാവരും അഗ്രി ചെയ്യണം. അങ്ങനെ എല്ലാവരും അഗ്രി ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ ലെഡ്ജറിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ അപ്ഡേറ്റബിൾ വിയ കൺസെൻസസ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ആട്രിബ്യൂട്ട് ഓഫ് എ ബ്ലോക്ക് ചെയിൻ ഈസ് ദാറ്റ് it is updatable via consensus. This is what gives it the power of decentralization. അപ്പൊ ഇവിടെ നമ്മൾ ഡീസെൻട്രലൈസേഷൻ തരുന്നതും ഈ ഒരു കൺസെൻസസ് കാരണമാണ്. കാരണം ഇവിടെ ഒരു സെൻട്രൽ പവർ ഇല്ല, എല്ലാവരും കൂടി ഒന്നിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലാണ്ട് ഒരു സെൻട്രൽ ഏജൻസി ഇവിടെ ഇല്ല. To achieve consensus, there are various consensus facilitation algorithms that ensure all parties agree on the final state of the data on the blockchain network. അപ്പൊ ഇങ്ങനെ ഒരു കൺസെൻസസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് കൺസെൻസസ് അൽഗോരിതംസ് ഉണ്ട്. അപ്പൊ ആ ഡിഫറെന്റ് അൽഗോരിതംസ് ഒക്കെ നിങ്ങൾ 3rd മൊഡ്യൂളിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെക്നിക്കൽ ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്നത്. സോ ടെക്നിക്കൽ ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. ബ്ലോക്ക് ചെയിൻ ഈസ് എ peer-to-peer distributed ledger that is cryptographically secure, append-only, immutable. Immutable means it is extremely hard to change, and updatable only via consensus. Updatable only via consensus ne endu parayam, or agreement among the peers. So idana blockchain de technical definition nu parayunnathu. So I hope it's clear, and if you have any doubts you can comment it down. So next video il namukku blockchain de architecture endaanu kaanam. Till that, bye from Edumendo.